പ്രിയപ്പെട്ട മുഅ്മിനേ, അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ ആദരിക്കുക. അത് ഈമാനിന്റെ ഭാഗമാണ്. നമ്മുടെയൊക്കെ നാടുകളിൽ തങ്ങന്മാരുണ്ടാകും, സാദാത്തുക്കളുണ്ടാകും. അവരെ ബഹുമാനിക്കണം, ആദരിക്കണം. ആ കൂട്ടത്തിൽ അവർക്ക് സക്കാത്ത് കൊടുക്കൽ അനുവദനീയമല്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ പരിഗണന അവരിലേക്ക് എത്താറില്ല. അവരിൽ പാവപ്പെട്ട ആളുകളുണ്ട്, വീടില്ലാത്തവർ, പ്രയാസപ്പെടുന്നവർ, മക്കളെ വിവാഹം ചെയ്യാൻ പ്രയാസപ്പെടുന്നവർ, ഭക്ഷണമില്ലാത്തവർ, പലതരത്തിലുള്ള പ്രതിസന്ധികളിലുള്ളവർ, പല ആളുകളും അവരുടെ കൂട്ടത്തിലുണ്ട്. ആ ആളുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിൽപ്പെട്ടവർ നമ്മുടെയൊക്കെ നാടുകളിൽ ഉണ്ടെങ്കിൽ അവരെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഹബീബായ നബി തങ്ങളുടെ പേരക്കുട്ടികളാണ്. അവരെ നമ്മുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചിട്ടാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയത്. ഖുൽ ലാ അസ്അലുകും അലൈഹി അജ്റാ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. പരിശുദ്ധമായ ഈ ദീൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നതിന്, പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ഞാൻ നിങ്ങളോടൊന്നും ചോദിക്കുന്നില്ല. എന്റെ കുടുംബത്തോടുള്ള സ്നേഹമല്ലാതെ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്. ഹബീബായ നബി തങ്ങളുടെ ഭാര്യമാർ സാധാരണ സ്ത്രീകളല്ലാത്തതുപോലെ അതുപോലെ അവിടുത്തെ പേരക്കുട്ടികളും ബഹുമാനിക്കപ്പെടേണ്ടവരാണ്. അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും, ഒരു പ്രദേശത്ത് അവർ ജീവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ബഹുമാനം നൽകുക എന്നുള്ളത് ഈമാനിന്റെ ഭാഗമാണ്. പറഞ്ഞു വരുന്നത് സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്, അന്നത്തെ സാഹചര്യങ്ങൾ പഠിപ്പിക്കുന്നത്, നമ്മുടെ നാവ് കൊണ്ട് ഒരാളെയും മോശം പറയാൻ പാടില്ലെന്നാണ്. ഒരു തങ്ങളെയും ഒരു സയ്യിദിനെയും ഒരു ആലിമിനെയും ആക്ഷേപിക്കരുതെന്നാണ്.